ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇഡലിയും സാമ്പാറുമാണ് കഴിക്കാനൊക്കെ ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഒരു മുട്ടക്കറി വെച്ചതാണ്. ചോറിന് മുട്ടക്കറി വേണമെന്ന് അനുക്കുട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ മുട്ടക്കറി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ അത് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. മത്തിയാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഇതൊന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അതിനിടയ്ക്ക് റേഷൻ കടയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയില്ല, ചേട്ടായിയാണ് പോയത്. അപ്പോൾ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ പയറ് വിൽപ്പന ഉണ്ടായിരുന്ന ഈ കുടുംബ പുരുഷന്മാരൊക്കെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന കൃഷിയാണ്. അപ്പോൾ അവിടുന്ന് പയർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതിപ്പം മെഴുക്ക് പുരട്ടാനൊന്നും എടുക്കുന്നില്ല, ഞാൻ കൊണ്ടുവന്ന് വെച്ചത് കൊണ്ട് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചതേ ഉള്ളേ. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വീണ്. പിന്നെ ഹനിക്കുട്ടി ഇവിടെ അടുക്കളയിൽ വന്നിട്ട് അവിടെ കാറ്റും കൊണ്ടൊക്കെ അങ്ങനെ ഇരിക്കുക കേട്ടോ. കുടിവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇച്ചിരി ചൂടായിരുന്നു. അപ്പോൾ അത് ഫാൻ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയാണ് തണുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാറ്റ് കൊള്ളുകയും ചെയ്യാം, വെള്ളവും തണുക്കും, രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഫാനിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഫാനാണെന്നും അതിൻ്റെ വിലയും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ വാങ്ങിച്ച ഫാനാണ്. അപ്പോൾ ഞാൻ ആ സാമ്പാറാണ് കേട്ടോ കുക്കറിലെടുത്ത് താഴത്തേക്ക് വെച്ചത്. രാവിലെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വന്നതാണ്. അപ്പോൾ ഇനി ചോറ് അരി തിളപ്പിച്ചതാണ്. അപ്പോൾ റൈസ് കുക്കറിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇനി മത്തി ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ രാവിലെ ഉണ്ടാക്കി ഇഡലിയും സാമ്പാറും ബാലൻസ് ഇരിപ്പുണ്ട്. അപ്പം വൈകുന്നേരം കഴിക്കാനും കൂടെ ഉണ്ടാവും. അപ്പോൾ സാമ്പാർ കുക്കറിൽ തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ്. ഞാൻ കറി എടുത്ത് ഫ്രിഡ്ജിലോട്ടൊന്നും മാറ്റി വെച്ചില്ല കേട്ടോ, കുക്കറിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. മത്തി വെട്ടുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം, അരച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ തേങ്ങ നോക്കിയപ്പോൾ പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ച്. അപ്പോൾ ഇത് നാടൻ തേങ്ങ നമുക്ക് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന തേങ്ങയാണ്. താലപ്പിലി കഴിഞ്ഞിട്ട് പോന്നപ്പോഴത്തേക്ക് ഞാനൊരു 10 തേങ്ങ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തേങ്ങയൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാടൻ തേങ്ങയായതുകൊണ്ട് അത് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ല മധുരമായിരിക്കും. അപ്പോൾ പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തേങ്ങയാണ്. പിന്നെ അനുക്കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് മധുരം ഉണ്ടായില്ലേന്ന്. എന്നിട്ട് നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട്. പിന്നെ അനുക്കുട്ടിക്ക് കുടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി ഞാൻ തേങ്ങ ചിരണ്ടി ആദ്യം അരച്ച് വെച്ചിട്ടാണ് പിന്നെ മത്തി ക്ലീൻ ചെയ്ത് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ബാലൻസ് തേങ്ങ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാദ്യം ഞാൻ ചിരണ്ടിയിട്ടുണ്ടായിരുന്നേ. അത് പോരുന്ന കണ്ടപ്പോഴാണ് ഞാൻ ആ തേങ്ങ ഒരെണ്ണം പൊട്ടിച്ചെടുത്ത് ചിരണ്ടാൻ നിന്നത്. അപ്പോൾ ഇനി മത്തിക്ക് അരച്ച് വെക്കണം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ലെന്ന് തോന്നുന്നു. 1-2 ദിവസങ്ങളിലാണ് ഇപ്പോൾ വീഡിയോ വരുന്നത്. എല്ലാ ദിവസവും ഇടണമെന്നൊക്കെ വിചാരിക്കും കേട്ടോ, പക്ഷേ സമയക്കുറവ് മൂലമാണ് ഇടാൻ പറ്റാത്തത്. പിന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പുറത്തേക്ക് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും പോകും. പിന്നെ വീട്ടിലെ ജോലികൾ, അങ്ങനെ കുറേയേറെ തിരക്കുകളുണ്ട് എനിക്ക്. അപ്പോൾ എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ഞാൻ. ചിലപ്പോൾ എനിക്ക് കുറച്ച് ലേറ്റായി പോകും വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ. സമയം കിട്ടുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ മത്തിക്ക് ഞാൻ പറഞ്ഞില്ല, തേങ്ങയൊക്കെ ചിരണ്ടി എടുത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോയാണ്. അപ്പോൾ മാങ്ങയുണ്ട് കേട്ടോ, അപ്പോൾ മാങ്ങ ഇട്ടിട്ട് തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. കുടംപുളി ഇട്ട് വെക്കണേക്കാളും മത്തി മാങ്ങ ഇട്ട് വെക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. അങ്ങനെ ഞാനത് അരച്ച് വെച്ചിട്ട് മത്തി ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മത്തി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അരപ്പ് കൂട്ടിയിട്ട് നമുക്കിത് കറി അടുപ്പത്ത് വയ്ക്കണം. അങ്ങനെ ഞാൻ മത്തിക്കറി അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇനി അത് തിളച്ച് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കും. പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊരു 3-4-5 മത്തി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മത്തി അല്ലെങ്കിൽ മീൻ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ തന്നെ അനുക്കുട്ടിക്ക് അത് വറുത്തെന്തെങ്കിലും 2-3 വേണമെന്ന് പറയും. അപ്പോൾ ഞാനത് വറുക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാവയ്ക്ക ഈ ഉള്ളിയും കൂടെ അനുക്കുട്ടി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടാനായിട്ട് വറയിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് മെഴുക്ക് പുരട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ പാവയ്ക്ക മിക്കപ്പോഴും നമ്മൾ വറുത്തരച്ച് വെക്കണ കൂടുതലും കുഴപ്പമില്ല. ഈ നമുക്ക് പുളിയൊക്കെ ചേർക്കുമ്പോൾ കയ്പൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ മെഴുക്ക് പുരട്ടി ആകുമ്പോഴത്തേക്കും ഞാൻ ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ഇടും കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിക്ക് അധികം കയ്പും ഉണ്ടാകത്തില്ല. അപ്പോൾ മീൻകറി ഇവിടെ എല്ലാം തിളച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് എണ്ണ തെളിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂട്ടുകാരെ ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കാം. എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും കമൻറ്റും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകളൊക്കെ ഇട്ടേക്കണം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക് ഇവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ. ഉപ്പൊക്കെ ചേർത്തിട്ട് എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ടെറസിൽ പോയിട്ടുണ്ടായിരുന്നു. തുണിയൊന്ന് വിരിക്കാനുണ്ട്. തുണികളെല്ലാം കഴുകി വെച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടേച്ച് വന്നിട്ടാണ് പിന്നെ ഊണ് കഴിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചാമ്പയ്ക്ക പറിക്കാൻ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ചാമ്പയ്ക്കയൊക്കെ പറിച്ചു കൊടുത്ത് പിന്നെ വൈകുന്നേരത്തെ ചായയൊക്കെ ഇട്ട് ഗോതമ്പ് പൊടിപ്പിച്ച പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ റൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീണ്ടും അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം കൂട്ടുകാരെ. ബായ്.